ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുക മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് സുഖപ്പെടുത്തുന്നത് കർത്താവാണ് എന്ന്. വളരെ പ്രശസ്തയായ ഒരു ഡിസൈനറും എഴുത്തുകാരിയും ഒക്കെ ആയിട്ടുള്ള കർസൈഡ റോഡ്രിഗസ് എന്ന ആ വ്യക്തി തൻ്റെ ക്യാൻസറൊക്കെ വന്ന് ജീവിതം വളരെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, തൻ്റെ മരണം അടുത്തിരിക്കുന്ന സമയത്ത് അവൾ എഴുതിയ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റുണ്ട്. വളരെ വൈറലാവുകയും ഒത്തിരി പേര് അത് വായിക്കുകയും ഒത്തിരി പേര് അതിനെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. അതിൽ ആ ഒരു സ്ത്രീ പറഞ്ഞു വെക്കുന്ന തൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വിലയേറിയ ബ്രാൻഡഡ് കാറുകൾ എൻ്റെ ഗ്യാരേജിലുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഈ ആശുപത്രിയിൽ ഈ ചെറിയ ഒരു റൂമിൽ ഈ ഒരു വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത് എന്ന്. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാത്തരം ഡിസൈനർ വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം ഉണ്ട്, പക്ഷേ ഈ ആശുപത്രിയിലെ ഈ ഒരു ചെറിയ ഷീറ്റിലാണ് ഇപ്പോൾ എൻ്റെ ശരീരം പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ എൻ്റെ ബാങ്കിൽ എനിക്ക് ആവശ്യത്തിന് ഒത്തിരി പണമുണ്ട്, എൻ്റെ ആവശ്യത്തിനുള്ള പണം എനിക്കുണ്ട്, പക്ഷേ എന്നാൽ ആ പണം കൊണ്ട് ഇപ്പോൾ എനിക്കൊരു ഉപകാരവുമില്ല. ആ പണം എനിക്ക് ഒരു രീതിയിലും പ്രയോജനപ്പെടുന്നില്ല. എൻ്റെ വീട് ഒരു കൊട്ടാരം പോലത്തെ അത്ര വലിയ ഒരു വീടാണ്, പക്ഷേ ഞാൻ കിടക്കുന്നതോ ഈ ഒരു ആശുപത്രിയിൽ, ഈ ഒരു ആശുപത്രിയുടെ ഈ ഒരു ചെറിയ റൂമിൽ. എനിക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നല്ല ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ അവിടെ എനിക്ക് സമയം ചെലവഴിക്കാം, അവിടെ എനിക്ക് യാത്രകൾ ചെയ്യാം, അങ്ങോട്ടുള്ള യാത്രകൾ ചെയ്യാം. പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു ചെറിയ ആശുപത്രിയിലും ഈ ഒരു ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് മാത്രം യാത്ര ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മുടി അലങ്കരിക്കുവാനായിട്ട് എനിക്ക് ഒത്തിരി ബ്യൂട്ടീഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എൻ്റെ തലയിൽ ഒരു മുടി പോലുമില്ല. ഒരു സ്വകാര്യ ജെറ്റിൽ എനിക്ക് എപ്പോഴത്തെ വേണമെങ്കിലും യാത്ര ചെയ്യാമായിരുന്നു. എനിക്ക് അതിനുള്ള ആർഭാടമുണ്ടായിരുന്നു. അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ എനിക്ക് മോടി പിടിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് നടക്കാൻ പോലും എനിക്ക് 2 പേരുടെ സഹായം വേണം. ധാരാളം ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഭക്ഷണം എന്ന് പറയുക ഒരു ദിവസം 2 ഗുളികയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നതിന് ഒരു കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയതൊന്നുമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു അപ്പൻ തൻ്റെ അപസ്മാരം പിടിപെട്ട മകനെയും കൊണ്ട് തൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവിന് മാത്രമേ എനിക്ക് എൻ്റെ മകനെ സുഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ, വേറെ ആർക്കും സുഖപ്പെടുത്താൻ കഴിയില്ല, അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അങ്ങ് ഇടപെട്ടാൽ മാത്രമേ സൗഖ്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞത്, പുറപ്പാടിൻ്റെ പുസ്തകം, അതായത് സൗഖ്യം തരുന്നത് കർത്താവ് മാത്രമാണ്, വേറെ ആർക്കും നമുക്ക് സൗഖ്യം തരാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ എപ്പോഴും ആശ്രയിക്കണം. കർത്താവിൽ നിന്ന് ആശ്രയിക്കുകയും കർത്താവിൽ ആശ്രയം വെച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ സൗഖ്യം നമുക്ക് വരികയുള്ളൂ. നമ്മൾ പലതരത്തിലുള്ള സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആന്തരികമായ സൗഖ്യം, ബാഹ്യമായ സൗഖ്യം, ഇങ്ങനെ പലതും. ഈ അപസ്മാരം എന്ന് പറയുന്ന ഒരു വിഷയം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമുക്കും പലതിനോടുമൊക്കെയുള്ള ഒരു വ്യഗ്രതയാണ്, പലതും നേടുവാനുള്ള, പലതും സ്വന്തമാക്കുവാനുള്ള, പലതും എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള അപസ്മാരങ്ങളാൽ നമ്മൾ പിടിപെട്ട് ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, സൗഖ്യം ലഭിക്കുവാൻ നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞു പോവുക, കർത്താവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുക, കർത്താവിൽ നിന്ന് ആശ്രയം സ്വീകരിക്കുക. കർത്താവാണ് നമുക്ക് യഥാർത്ഥ സൗഖ്യം നൽകുന്നത്. അത് ആ പിതാവിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ പിതാവ് കടന്നു ചെല്ലുക, കർത്താവെ അങ്ങക്ക് മാത്രമേ സൗഖ്യം തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുക. അങ്ങയുടെ സൗഖ്യം എനിക്ക് നൽകണമേ, എൻ്റെ മകന് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു പിതാവിനെ നമ്മൾ കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, സൗഖ്യം കർത്താവിൽ നിന്നാണ്, കർത്താവിൻ്റെ നാമത്തിലാണ്, കർത്താവിൽ നിന്ന് മാത്രമാണ് നമുക്ക് സൗഖ്യം. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാനും കർത്താവിൻ്റെ ആ സൗഖ്യം സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക. കാരണം കർത്താവിനോട് ചേർന്ന് നിന്നാൽ കർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്കും കർത്താവിൻ്റെ സ്വപ്നങ്ങൾക്കും കർത്താവിൻ്റെ പ്രതീക്ഷകളിലേക്കും നമ്മുടെ ജീവിതത്തെ നമ്മൾ വളർത്തിയാൽ ഉറപ്പായിട്ടും അവൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് ചേർന്ന് നിൽക്കുവാനും കർത്താവിൽ നിന്ന് നമുക്ക് സൗഖ്യം ലഭിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.